പ്രധാനപ്പെട്ട വാർത്ത സ്പോട്ട് ലൈവ് എന്ന് പരിശോധിക്കുന്ന മലപ്പുറത്ത് നിന്നാണ്. മലപ്പുറത്ത് 17-കാരിയായിട്ടുള്ള പെൺകുട്ടി പ്രസവിച്ച സംഭവം അത് പോലീസ് അന്വേഷണം തുടരുകയാണ്. അസം സ്വദേശിനിയാണ് പെൺകുട്ടി. പീഡനത്തിന് ഇരയാക്കിയ സുഹൃത്തിനെയും മലയാളി യുവാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പാലക്കാട് സ്വദേശി മുഹമ്മദ് ഷഹനാസ്, അസം സ്വദേശി ജാഹിദുൽ ഇസ്ലാം എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. നിലവിൽ പെൺകുട്ടിയെ അസമിൽ നിന്ന് പ്രണയം നടിച്ച് പെരിന്തൽമണ്ണയിൽ എത്തിക്കുകയായിരുന്നു ഇവർ. അതിന് ശേഷമായിരുന്നു പീഡനം. തുടർന്ന് മറ്റുള്ളവരിൽ നിന്ന് പണം വാങ്ങി ഇവർ പീഡനത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. കേസിൽ ഉൾപ്പെട്ട കൂടുതൽ പ്രതികൾക്കായിട്ടാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. CV അനുമോദ് ചേരുന്നു. അനുമോദ്, അങ്ങേറ്റം ക്രൂരമായിട്ടുള്ള ഒരു പ്രണയത്തിന്റെ ചതിക്കുഴിയിൽ വീഴ്ത്തി കൊണ്ടുവന്ന് പീഡിപ്പിക്കുക, മറ്റുള്ളവർക്കായി കാഴ്ചവെക്കുക, ഞെട്ടിക്കുന്നൊരു വാർത്ത തന്നെയാണത്. ഇതിൽ എങ്ങനെയാണ് പോലീസ് പറയുന്ന ഭാഷ്യം എന്താണ്? ഈ പെൺകുട്ടിയുടെ പ്രായം കണക്കാക്കി പ്രസവത്തിനെത്തിയപ്പോഴാണോ ഇത്തരത്തിൽ പീഡന വിവരം പുറത്തു വരുന്നത്? എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. കാരണം ഇതൊരു കുട്ടിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ചത് മാത്രമല്ല, വിശ്വസിച്ചു വന്ന ആ പെൺകുട്ടിയെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്ന, പണം വാങ്ങിച്ച് ആ കുട്ടിയെ മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, പരിസര സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് പെരിന്തൽമണ്ണയിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും പോലീസ് പറയുന്നത് 2 പ്രതികൾ മാത്രമാണ് പിടിയിലായിട്ടില്ലെങ്കിൽ ഒരുപാട് പേർ ഇതിന്റെ ഈ ഒരു പ്രതിപട്ടികയിൽ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ്. നമുക്ക് ചില കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായ ചില കാര്യങ്ങൾ കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. ഇത്തരത്തിൽ പെരിന്തൽമണ്ണയിൽ ഇപ്പോൾ ഒരു കേസ് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ സംസ്ഥാനത്തൊട്ടാകെ സമാനമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന യുവാക്കൾ അവരുടെ കൂടെ അവിടെ നിന്നൊരു യുവതിയെ അല്ലെങ്കിൽ പെൺകുട്ടിയെ പ്രണയം നടിച്ച് കൊണ്ടുവരുന്നു. തുടർന്ന് ഇവിടെ വന്ന് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന ആളുകൾക്ക് വേണ്ടി ഇവരെ ഒറ്റിക്കൊടുക്കുന്ന, ചതിക്കുന്ന, പൈസ വാങ്ങി ഇവരെ നൽകുന്ന ഒരു പ്രവണത, ഒരു പെൺവാണിഭം എന്ന് തന്നെ പറയാം. അത്തരത്തിൽ ഒരു കാര്യം ഈ ഒരു മേഖലയിൽ സംഭവിക്കുന്നുണ്ട് എന്നൊരു നിരീക്ഷണമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു കണ്ടെത്തലാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇത് ഒരുപക്ഷെ പെൺകുട്ടിയെ ചതിച്ചുകൊണ്ടാവാം, ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ അവരുടെ സമ്മതത്തോടെയും ആകാം. എന്തുതന്നെയാണെങ്കിലും അത്തരത്തിൽ വലിയ ഒരു ഗുരുതരമായ പ്രവണത, ഗുരുതരമായൊരു പ്രശ്നം ഈ ഒരു മേഖലയിൽ സംഭവിക്കുന്നുണ്ട്. ഇതിൽ ഇരകളാക്കപ്പെടുന്നത് ഈ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളാണ്. അവരെ സംബന്ധിച്ച് ഈ നാട്ടിലെ ഭാഷ അറിയില്ല, ഈ കാര്യങ്ങൾ എവിടെ പറയണമെന്നറിയില്ല, ചതിക്കപ്പെട്ടാലും ആരോട് പരാതി പറയണമെന്നറിയില്ല, നിയമ സംവിധാനങ്ങളൊക്കെ എവിടെയാണെന്നറിയില്ല. അത്തരത്തിൽ ചൂഷണത്തിനിരയായി ഇത്തരത്തിൽ ചതിവലയിൽ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഈ കുട്ടി തന്നെ ആശുപത്രിയിൽ പ്രായപൂർത്തിയായിട്ടില്ല ഈ കുട്ടിക്ക് എന്ന ആശുപത്രി അധികൃതർക്ക് മനസ്സിലായപ്പോഴാണ് ഇതിന്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോലീസിനെ അറിയിക്കുകയും തുടർന്ന് അന്വേഷണമൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വരാത്ത ഒരുപാട് സംഭവങ്ങൾ, കേസുകൾ ഈ ഒരു മേഖലയിൽ ഉണ്ടാകും എന്ന് തന്നെ വേണം കരുതുവാൻ. പോലീസിന്റെ അന്വേഷണവും ആ ഒരു തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവം കൂടി നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2 മാസം മുൻപ് പെരിന്തൽമണ്ണയിൽ ഒരു അതിഥി തൊഴിലാളിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. ആ അതിഥി തൊഴിലാളിയുടെ മരണം അന്വേഷിച്ച പോലീസ് ചെന്നെത്തിയത് ഇപ്പോൾ ഉണ്ടായ പോലെ സമാനമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്കാണ്. അവിടെ നിന്നും മറ്റു അന്യസംസ്ഥാനത്തു നിന്നും ഭാര്യയാണെന്നോ കാമുകിയാണെന്ന് പറഞ്ഞ് ഒരാളെ കൊണ്ടുവരിക, അവരെ പണം വാങ്ങിച്ച് മറ്റ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിലേക്ക് അവരെ നൽകുക, അങ്ങനെ പലതരത്തിലുള്ള കൈമാറ്റങ്ങൾ നടക്കുന്നു. ഇതിനെ തുടർന്നാണ് ഈ ഒരു കൊലപാതകം ഉണ്ടായത് എന്നായിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അപ്പോൾ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ അതിഥി തൊഴിലാളി സമൂഹത്തിനിടയിൽ അവർ ഇവിടെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ വെളിവാക്കപ്പെട്ടൊരു കാര്യം ഇതാണ്. എന്താണെങ്കിലും ഒരുപാട് പേർ ഈ ഒരു കേസിൽ ഉൾപ്പെടും എന്ന സൂചന തന്നെയാണ് പോലീസ് നൽകുന്നത്. പക്ഷേ ഇവിടെ പരിമിതികളുണ്ട്. ആ പെൺകുട്ടിയുടെ ആരോഗ്യനില വളരെ മോശമായതുകൊണ്ട് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കുട്ടി ഇപ്പോൾ ചികിത്സയിലുള്ളത്. ആ കുട്ടിക്ക് ഇവരെ തിരിച്ചറിയുക, ഈ കേസിൽ ഉൾപ്പെട്ടവരെ തിരിച്ചറിയുക എന്നത് വലിയൊരു പ്രതിസന്ധിയുള്ള സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ 2 പ്രതികൾ ഇവർ നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ വേണം തുടരന്വേഷണം നടത്തുവാൻ. എന്തിനാണെങ്കിലും ഈ മലപ്പുറത്ത് പെരിന്തൽമണ്ണയിൽ ഉണ്ടായ ഈ ഒരു അറസ്റ്റ് പല സംഭവങ്ങളിൽ ഒന്ന് മാത്രമാണെന്ന സൂചനയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. എൽദോ, അനുമോദ്, അപ്പോൾ ഈ അന്വേഷണം അത് ഏത് തലത്തിലാണ് നീങ്ങുന്നത്? ഈ പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് കൂടി ഒന്ന് വ്യക്തമാക്കണം. എന്താണ് ഈ പ്രസവശേഷമുള്ള അവരുടെ അവസ്ഥ? മറ്റൊന്ന്, ഈ കൂടുതൽ പ്രതികളുണ്ട് എന്ന്
പോലീസ് കരുതുമ്പോൾ അതിനർത്ഥം ഇതൊരു ദിവസങ്ങൾ അല്ലെങ്കിൽ നാളുകൾ നീണ്ടു നിന്ന ഒരു പീഡന പരമ്പര എന്നൊക്കെ തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരില്ല. അത് ഇത്തരത്തിൽ ഒതുങ്ങില്ലല്ലോ ഈ കേസ്. ഇല്ല, ആ കുട്ടിയുടെ പ്രസവിച്ച ചെറിയ കുട്ടിയുടെ ആരോഗ്യനില വളരെ മോശമായതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലേക്ക്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പോലീസ് പങ്കുവച്ചിട്ടില്ല. കാരണം പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നതിലും വിവരങ്ങൾ ശേഖരിക്കുന്നതിലും അത് നമുക്ക് നൽകുന്നതിലും ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ വല്ലാതെ ഒരു പരിമിതിയുണ്ട്. പോക്സോയുടെ പരിധിയിൽപ്പെടുന്ന കേസായതുകൊണ്ട് തന്നെ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന പ്രധാനപ്പെട്ട വിവരം ഇത് ഒരുപാട് പേർ ഇതിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഇത് ഇത്തരത്തിൽ സംഭവിക്കുന്ന അനേകം ഈ കുറ്റകൃത്യങ്ങളിൽ ഒന്ന് മാത്രമാണ്, അതായത് സമാനമായ കുറ്റകൃത്യം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഇത് എന്ന തരത്തിലൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നാട്ടിൽ പോയി വരുമ്പോൾ അവരുടെ കൂടെ വരുന്നത് ഭാര്യയാണോ കാമുകിയാണോ എന്നുള്ളത് കേരളത്തിലുള്ളവർക്ക് പക്ഷേ അറിയണമെന്നില്ല. അവർ താമസിക്കുന്നു, ആരും അതിനെ ചോദ്യം ചെയ്യാനും പോകുന്നില്ല. പിന്നീട് ഇവർ ഇത് പണം വാങ്ങി ഇത്തരത്തിലുള്ള ഒരു കൈമാറ്റവും ഇത്തരത്തിലൊരു ബന്ധങ്ങളൊക്കെ തുടരുന്നു, അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ അത് പരിഷ്കൃത സമൂഹത്തിൽ കേരളത്തിൽ നമുക്കത് ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അത് തെറ്റായ ഈ പറയുന്ന വലിയ ഒരു നിയമലംഘനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. പലപ്പോഴും പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണ് ഈ ചതിയിൽ വീണ് ഇവിടെ എത്തി ഈ ഒരു വലയിൽ കുടുങ്ങുന്നത് എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. ആ വരുന്ന കുട്ടികൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭാഷയോ ഇവിടുത്തെ കാര്യങ്ങളോ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെയോ ആരെയും അറിയാതെ ഒരാളെ മാത്രം വിശ്വസിച്ച് വന്ന് അയാൾ മൂലം ഇത്തരത്തിൽ ചതിക്കപ്പെടുകയാണെന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ പോലും ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലായിരിക്കും ആ പെൺകുട്ടി ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു തെറ്റായ കീഴ്വഴക്കമാണ് അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും പോലീസിന്റെ ഒരു അന്വേഷണം ഇതിൽ വളരെ വിശദമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. പ്രതികളെ കൂടുതൽ അറസ്റ്റ് ചെയ്യുന്ന മുറയ്ക്ക് വിവരങ്ങൾ നൽകുമെന്നാണ് പോലീസ് നൽകിയിരിക്കുന്ന നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യം. എൽദോ. ഓക്കെ, സി അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് നിന്ന് മലപ്പുറത്ത് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന വാർത്തയാണ് അത്. അസമിൽ നിന്ന് പ്രണയം നടിച്ച് ആ പെൺകുട്ടിയെ കൊണ്ടുവരിക, അതിനുശേഷം കൂടുതൽ ആളുകൾക്ക് മുന്നിൽ പൈസയ്ക്ക് ആ പെൺകുട്ടിയെ കാഴ്ചവെക്കുക, അതിനു പിന്നാലെ പെൺകുട്ടി ഗർഭിണിയാകുന്നു, പ്രസവം നടക്കുന്നു, ആരോഗ്യസ്ഥിതി മോശമാകുന്നു. അങ്ങനെ ആശുപത്രി ചികിത്സയ്ക്കെത്തിയപ്പോൾ അതിൻ്റെ ഞെട്ടിക്കുന്ന കഥകൾ പുറത്തേക്ക് വരുന്നു. കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തുന്നത്. പാലക്കാട് സ്വദേശിയും ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലുണ്ട്.